യെസ്, ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നമ്മോട് പ്രതികരിക്കാൻ വേണ്ടി ചേരുന്നു. ശ്രീ മുഹമ്മദ് ഷാ, SIR നടപടികൾ നീട്ടിവെച്ചിരിക്കുന്നു. അതായത് 11-ന് നൽകിയാൽ മതി എന്യൂമറേഷൻ ഫോം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ ഈ ആക്ഷേപങ്ങൾ ബോധിപ്പിക്കാനും ഹിയറിങ്ങിനുമൊക്കെയായി ഏകദേശം 1 മാസത്തെ സമയവും കൂടി നൽകിയിരിക്കുന്നു. ഇത് ആശ്വാസകരമായ നടപടിയാണോ? അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അതെ, കേൾക്കാമോ നിങ്ങൾക്ക്? കേൾക്കാം, പറഞ്ഞോളൂ. ഇന്നലത്തെ മീറ്റിംഗില് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞത് ഏകദേശം 85% എന്യൂമറേഷൻ ഫോംസ് തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ എന്യൂമറേഷൻ ഫോംസിൽ പലതും അതിനകത്തെ ഒരു 70%-ലധികം ടോട്ടൽ ഫോംസിന്റെ 70%-ലധികം പോലും പിന്നെ ഇവര് ഇതിനകത്ത് വെബ്സൈറ്റിൽ കയറ്റാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏകദേശം 40-45 ലക്ഷം ആളുകൾ എന്യൂമറേഷൻ ഫോം നൽകിയിട്ടില്ല. ഏകദേശം 70 ലക്ഷത്തോളം ആളുകളുടെ എന്യൂമറേഷൻ ഫോം ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ ഇത് ആദ്യം കിട്ടുന്ന ഫോമുകൾ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ പെട്ടെന്ന് തന്നെ വരുന്ന ഫോമുകളാണ്. അവസാനം വരാൻ പോകുന്ന ഈ 15-30% ഈ 30% ആളുകൾക്ക് പലർക്കും പല ബുദ്ധിമുട്ടുകളായി ഒന്നെങ്കിൽ അവര് 2002 SIR ഇല്ലാത്തവരോ അതെങ്ങനെ കൊടുക്കണോ ആരുമില്ലാത്തവരോ ഒക്കെ ആകാം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഈ സമയം നീട്ടണമെന്നതിനെ ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടതാണ്. എല്ലാ പാർട്ടികളും, BJP വെച്ചിട്ടുള്ള എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടതാണ്. ഇപ്പൊ അവര് 11-ാം തീയതി വരെയുള്ള എക്സ്റ്റൻഷൻ കൊണ്ട് ഇത്രയും വിഷയം തീരുമാനമറിയില്ല. അവർ പറയുന്ന പോയിന്റ് ഇപ്പൊ ഞങ്ങൾക്ക് 2 കോടി ആളുകളെ ചേർക്കാൻ കഴിയുമല്ലോ എന്നാ 5 ദിവസം കൊണ്ട് ചെയ്തു. അത് രണ്ടും വ്യത്യാസമുണ്ട്. ആദ്യം വന്ന 2 കോടി ആളുകൾ കുഴപ്പമില്ല. ഞാൻ ആദ്യം വരെ പറയുന്നതാണ് 5-10% ആളുകളെയാണ് ഇത് അഫക്ട് ചെയ്യാൻ പോകുന്നത്. ഇവർ ചോദിക്കുന്നത് രേഖകളാണ്. രേഖകളില്ലാത്ത ഈ ആളുകൾ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ്. രേഖകൾ കൊടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു രേഖകൾ ഉണ്ടാവില്ല, അവർ SSLC വരെ പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ടവരായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പാസ്പോർട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ എന്ന കാലത്തിന് മുമ്പ് ജനിച്ചവരാകാം. അത്തരമൊക്കെ ആളുകൾ രേഖയില്ലാത്തത് കൊണ്ട് ഇലക്ടറൽ റോഡിൽ നിന്ന് പുറത്തു പോവുകയും ഇലക്ടറൽ റോഡിൽ നിന്ന് പുറത്തു പോകുന്നത് കൊണ്ട് ഇന്ത്യൻ പൗരനല്ലാതായി മാറുന്നതിനുള്ള പ്രിസംപ്ഷൻ ഉണ്ടാകുന്നതൊക്കെ ചെയ്യുന്ന ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനെ അഡ്രസ് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ അഡ്രസ് ചെയ്യണം. നിങ്ങളിങ്ങനെ വാരി ചോദിച്ചാൽ ഡോക്യുമെന്റ്സ് പലതും പറഞ്ഞത് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സിറ്റുവേഷനാണ് ഇനി വരാൻ പോകുന്നത്. 50 ലക്ഷത്തോളം ആളുകൾ ബീഹാറിൽ പുറത്തു പോയിരിക്കുന്നു. ഇവിടെ ഒരു മൈഗ്രേഷനും ഇല്ലല്ലോ ഇവിടെ. പക്ഷെ രേഖകൾ ഉണ്ടാകണമെന്നില്ല. ആ ബുദ്ധിമുട്ടുകളെ അഡ്രസ് ചെയ്ത് ആളുകളുടെ ബുദ്ധിമുട്ടിലാക്കല്. പൗരന്മാരെ നമ്മുടെ രേഖ കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഇന്ത്യക്കാരനല്ല എന്ന് പറയുന്ന തരത്തിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ എത്തിക്കരുത്. അവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. ഈ വിഷയം കൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇത് നീട്ടലല്ല വിഷയം. ബേസിക് ഇഷ്യൂസ് ഉണ്ട്. അതായത് രേഖ കൊടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് എതിരെ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം നടപടിക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് അതിനകത്ത് എഴുതി വെച്ചിരിക്കാം. അവര് ഫോറിനേഴ്സ് ആണെന്ന് കണക്കാക്കി എഴുതി വെച്ചിരിക്കാം. അല്ല, BLMO ഇപ്പോൾ പറയുന്നത് രേഖകൾ കൈവശമില്ലാത്ത, അതായത് 2002-ലെ പട്ടികയിൽ ബന്ധുക്കൾ ഇല്ലാത്തവർ ചെയ്യേണ്ടത് നിലവിലുള്ള ഫോമിലെ ആദ്യ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഹിയറിങ്ങിന് വിളിക്കുന്ന സമയത്ത് സ്വന്തം രേഖകൾ ഹാജരാക്കിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് BLMO നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഈ 11 വരെ നീട്ടിയത് അത്ര പര്യാപ്തമല്ല താങ്കൾ പറയുമ്പോഴും 16 മുതൽ ജനുവരി 15 വരെ ആക്ഷേപങ്ങൾ ബോധിപ്പിക്കാനുള്ള സമയമായി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1 മാസത്തെ കാലാവധി ഇതിനായി ലഭിക്കുന്നത് അല്പം ആശ്വാസം നൽകുന്ന ഒന്ന് തന്നെയല്ലേ? പര്യാപ്തമായ രേഖകൾ ഹാജരാക്കാനുള്ള ഒരു സാവകാശം ലഭിക്കുമല്ലോ. അല്ല, പര്യാപ്തമായ രേഖകളുള്ളവരെ സംബന്ധിച്ച് സമയം നീട്ടലും നീട്ടാത്തതും ഒന്നും അവരെ ബാധിക്കുന്ന ഇഷ്യൂ അല്ല, ഇമ്മറ്റീരിയലാണ്. പക്ഷെ രേഖകളില്ലാത്തവരെ സംബന്ധിച്ച് സമയം നീട്ടലൊന്നും അല്ല ഇഷ്യൂ. രേഖ കൊടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് എങ്ങനെ ഇന്നാകാൻ പറ്റുമെന്നുള്ളതാണ്. അവർ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരോട് ചോദിക്കുന്ന അതാണ് അടിസ്ഥാനപരമായ വിഷയം. സമയം നീട്ടി കൊടുക്കുന്നത്, ഒബ്ജക്ഷൻ കൊടുക്കുന്നത്, ഹിയർ ചെയ്യുന്നത് ഒക്കെ വേറൊരു ഇഷ്യൂ ആണ്. നമ്മൾ പറയുന്നത് ഒന്നും വേണ്ട, എന്യൂമറേഷൻ ഫോമിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രം ഫില്ല് ചെയ്താൽ മതി, നിങ്ങൾ 2002 SIR ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് ഫില്ല് ചെയ്യേണ്ടെന്ന് പറഞ്ഞ എന്യൂമറേഷൻ ഓക്കെ. പക്ഷേ ഡ്രാഫ്റ്റിൽ വന്നതിന് ശേഷം എൻക്വയറി നടത്തും. ഡ്രാഫ്റ്റിൽ അവർ പബ്ലിഷ് ചെയ്തതിനു ശേഷം എൻക്വയറി നടത്തിയതിനു ശേഷം രേഖകൾ ചോദിക്കും. ആ രേഖകൾ ചോദിക്കുന്ന സമയത്ത് ചിലരുടെ രേഖ ഉണ്ടാകാം, പക്ഷെ രേഖകളില്ലാത്തവർ ഉണ്ടാകാം. ആ സ്റ്റേജിൽ ഒരു ശകലം ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ടിനെ ഓവർകം ചെയ്യാനുള്ള മാറ്റങ്ങൾ ഈ പ്രൊസീജിയറിൽ ഉണ്ടാകണം. പ്രൊസീജിയർ എങ്ങനെയെങ്കിലും അടിച്ചേൽപ്പിക്കാവുന്നതല്ല. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്കും പ്രാക്ടിക്കൽ ഇഷ്യൂസിലേക്കും അവർ മനസ്സിലാക്കും. അതുപോലെ തന്നെ പ്രവാസികളെ സംബന്ധിച്ച് കേരളം 10-40 ലക്ഷം ആളുകൾ കേരളത്തിൽ ഇല്ല, 10-15% ആളുകൾ ഇവിടെ ഇല്ല, പുറത്താണ്. അവർ എന്യൂമറേഷനിൽ ഇന്നാവുന്നില്ല. അവരുടെ ഫോമുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഗ്ലിച്ചസ് ആണ്. അതായത് ഉദാഹരണത്തിന് പറയാം, ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു കുട്ടി ജനിച്ചു എന്നിരിക്കട്ടെ, ഞാനും എന്റെ ഭാര്യയും ഇന്ത്യൻ പൗരന്മാരാണ്, ഞങ്ങൾ പുറത്തു പോയി താമസിക്കുന്നു, അവിടെ വെച്ചൊരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിക്ക് ഇന്ത്യയിൽ ഇപ്പോൾ
ഇലക്ടറോൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ അതിനകത്തില്ല. ഈ 6A പ്രകാരമുള്ള ഫോം കൊടുത്താൽ ഈ എവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ജനിച്ച ആളുകളെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആളുകളും ഇന്ത്യൻ പൗരന്മാരാണ്. കാരണം മാതാവും പിതാവും ഇന്ത്യൻ പൗരനാണ്. സെക്ഷൻ 4 സിറ്റിസൺഷിപ്പ് ആക്ട് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. സിറ്റിസൺഷിപ്പ് ആക്ട് പെർമിറ്റ് ചെയ്തിട്ട് പോലും ഇലക്ടറോളിൽ കയറാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇത് റെക്ടിഫൈ ചെയ്യാൻ കഴിഞ്ഞ 3 ആഴ്ചയുടെ മീറ്റിങ്ങുകൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് അഡ്രസ് ചെയ്യുന്നില്ല. അപ്പൊ ആളുകൾക്ക് ഈ പൗരനല്ലാതാകുക എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ അവനോൻ പൗരനല്ലാതായി മാറണം. പൗരനല്ലാകാനുള്ള രേഖകളില്ല എന്ന് പറഞ്ഞാൽ അവനോനെ ബാധിക്കണം. അത് സ്വയം ബാധിക്കുന്നു എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം തോന്നണം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ആദ്യം തോന്നണം. അല്ലെങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് തോന്നണം. അങ്ങനെ തോന്നിയാൽ മാത്രമേ ആ മാറ്റങ്ങളുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. എന്തിനായി ഹേസ്റ്റ്? ഇത്രയും വലിയ ധൃതി കാണിക്കുന്നത് എന്തിനാണ്? ഇതെല്ലാം ഒന്ന് പഠിച്ചു ചെയ്യേണ്ട ഒരു വിഷയമല്ല. അവധാനതയോടെ ചെയ്യേണ്ട ഒരു കാര്യം ഹേസ്റ്റിൽ ചെയ്യുന്നു, ധൃതി പിടിച്ച് ചെയ്യുന്നു, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റു പല പ്രൊസീജിയറും അതിന്റെ കൂട്ടത്തിൽ നടത്തും. ഇപ്പൊ വഖഫിന്റെ ഉമീദ് പോർട്ടൽ 5-ാം തീയതി വരെ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ചെയ്താൽ എന്തിനാ ഈ ബഹളം എന്തിനാണ്?